ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിതാ ഒരു കപ്പ് കിച്ചടി പരിപ്പ് എടുത്തിന്. അതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ, ഒരു കൈ നിറച്ച് നെയ്ച്ചോറ് വെക്കുന്ന അരിയില്ലേ, നേരിയരി, അതിട്ടിന്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇത് വേവിക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിന്. ഇത് കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു 3-4 വിസിൽ മതിയാവും. ഞാനിപ്പോൾ 3 വിസിലിന് ശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് കുക്കറിന് മൂടി ഓപ്പൺ ആക്കിയത്. ഇപ്പോൾ കിച്ചടി പരിപ്പെല്ലാം നല്ലോണം വെന്തിന്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഓവറായിട്ട് ഒഴിക്കണ്ട, അപ്പോൾ ലൂസായി പോവും. നമുക്കിത് അത്ര ലൂസിലല്ല വേണ്ടത്, കുറച്ച് കട്ടിയിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. എൻ്റെ വീട്ടിൽ നമ്മൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അധികം ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണിത്. അധികം ഈവനിങ്ങിനാണ് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ കിച്ചടിപ്പരിപ്പ് അവിടെ ആയിന്. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഓഫാക്കുക. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാം. നമ്മൾ അൽസെല്ലാം സെർവ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് കിച്ചടി പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഗീയും ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ആ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഈവനിങ് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ലാസ്റ്റ് നമുക്ക് കഴിക്കാൻ നേരത്ത് കുറച്ച് പഞ്ചസാര മേലയിലിട്ടിട്ട് കഴിക്കാം. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. വെറുതെ തിന്നാനും ടേസ്റ്റാണ്. കുട്ടികളെല്ലാം ആകുമ്പോൾ അവർക്ക് പഞ്ചസാര ഇട്ടിട്ട് തിന്നാനായിരിക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. ബൈ.